സോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ട്രേഡിംഗ് സൈക്കോളജി അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു ഏരിയ ആണ് നമ്മളിന്ന് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ ട്രേഡിംഗ് സ്പേസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നാളായിട്ട് ഈ ഒരു ഇതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ മോസ്റ്റ്ലി ട്രേഡിംഗ് ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ട്രേഡിംഗ് ഡിസിപ്ലിൻ ആണ് അല്ലെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി ആണ് നമ്മുടെ സ്ട്രാറ്റജീനെക്കാട്ടിലും അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജിയാണ് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൻ്റെ ഒരു 90% നിങ്ങൾ എങ്ങോട്ട് പോകുന്നത് തീരുമാനിക്കണം നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജിയാണ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ അതിനകത്തോട്ട് ഡീപ്പായിട്ട് പോകുന്നതിന് മുന്നേ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ട്രേഡിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് പോകണമെങ്കിൽ 3 കാര്യങ്ങൾ നമുക്ക് വേണം. അതായത് 3 ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് വേണം. സോ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ആയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എലമെൻറ്റ് മിസ്സാവുകയാണെങ്കിൽ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒരു എലമെൻറ്റ് മിസ്സാണെങ്കിൽ ബേസിക്കലി അത് ഒരു ഗാംബ്ലിംഗ് ആണെന്ന് പറയാം. സോ ട്രേഡിംഗ് ഇറ്റ് സെൽഫ് അതൊരു ബോർഡർ ലൈൻ ഗാംബ്ലിംഗ് ആണ്. സോ ഈ ഗാംബ്ലിംഗ് അല്ലാണ്ട് ഒരു സിസ്റ്റമാറ്റിക് രീതിയിലോട്ട് പോണത് ഈ ഒരു 3 കാര്യങ്ങൾ ഇൻ ഓർഡർ വരുമ്പോഴാണ്. സോ ഇവിടെ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കാര്യങ്ങൾ. ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യം സ്ട്രാറ്റജിയാണ്. അതായത് ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി. സോ സ്ട്രാറ്റജിനെ കുറിച്ച് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി എവിടെ എൻ്റർ ചെയ്യണം, എന്തിൻ്റെ ബേസിൽ എൻ്റർ ചെയ്യണം, എവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം, എവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ എക്സിറ്റ് ചെയ്യണം, എപ്പോൾ എൻ്റർ ചെയ്യണം. ബേസിക്കലി അതിൻ്റെ അകത്ത് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. സോ ഇപ്പോൾ മാർക്കറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. സോ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസ്, പാറ്റേൺ ട്രേഡിംഗ് അല്ലെങ്കിൽ പാറ്റേൺ സ്ട്രാറ്റജീസ്, SMC സ്ട്രാറ്റജീസ്, ICT സ്ട്രാറ്റജീസ്, ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ കേസ് വരുവാണെങ്കിൽ അത് ബേസിക്കലി എന്താ പറയുക, ഒരു എൻട്രി ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ആ ഒരു ക്രൈറ്റീരിയാസ് ഫില്ല് ആകുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു ട്രേഡിലോട്ട് കയറുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയാസ് ഫില്ല് ആകുമ്പോഴായിരിക്കും ആ ഒരു ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്യണം. ബേസിക്കലി ഫ്യൂ ക്രൈറ്റീരിയാസ് ആണ്. സോ ഇപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി എടുക്കുവാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 സ്റ്റെപ്പ് മോഡലാണ്. ഇപ്പം എനിക്കൊരു ബൈ ട്രേഡാണ് എൻ്റർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എനിക്ക് എന്ത് കിട്ടണം, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടണം. പിന്നെ ഒരു സെക്കൻഡ് ക്രൈറ്റീരിയ ഒരു ബുള്ളിഷ് ബ്രേക്കർ ഫോം ആണ്. തേർഡ് ക്രൈറ്റീരിയ ബ്രേക്കറിൽ പ്രൈസ് വന്നിട്ടൊരു കാൻഡിൽ കൺഫർമേഷൻ. സോ ബേസിക്കലി ഇതാണ് എൻ്റെ സ്ട്രാറ്റജി. ഇതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ബേസിക്കലി സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അത് ഫില്ല് ആകുമ്പോഴായിരിക്കും നമ്മളൊരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി വേണം. ബേസിക്കലി നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതും ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജി എന്തുവാ, പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസ് ആവാം, അല്ലെങ്കിൽ ICT സ്ട്രാറ്റജീസ് ആവും, SMC ആവും, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആവും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാണ്ടിരിക്കാം. ഏതെങ്കിലും ഒന്നിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇപ്പോൾ ആൾക്കാർക്ക് പറ്റണ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രാറ്റജി പഠിക്കും, അതിൻ്റെ അകത്തൊരു 3-4 ലോസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കോൺഫിഡൻസ് പോകുമ്പോൾ പുതിയൊരു സ്ട്രാറ്റജി പഠിക്കും. ആൻഡ് അതിലും ഈ സെയിം കാര്യം വരും. 3-4 ലോസ് ബാക്ക് ടു ബാക്ക് വരുമ്പോൾ ആ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത സ്ട്രാറ്റജിയിലോട്ട് പോകും. അങ്ങനെ ഒരു പ്രശ്നം ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അത് ബേസിക്കലി അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റണില്ല, അതിൻ്റെ അകത്ത് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മാറി മാറി പോകണം. സോ ബേസിക്കലി ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ലൈവ് ടെസ്റ്റ് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഒരു പാസ്റ്റ് ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് കിടപ്പുണ്ടാവും, ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ എന്ത് കുഴപ്പമില്ല, നമ്മൾ പിന്നെ ആ സ്ട്രാറ്റജീസ് മാറ്റാൻ നിൽക്കത്തില്ല. സോ പ്രോപ്പർ ബിഗിനേഴ്സിന് വരുന്നൊരു സംഭവമാണ് ഈ ഒരു സ്ട്രാറ്റജി ഹോപ്പിംഗ് എന്ന് പറയണത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ എന്ത് വേണം, ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി വേണം. അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത മാക്സിമം സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് മാനേജ്മെൻ്റ് ആണ്. സോ റിസ്ക് മാനേജ്മെൻറ്റിലോട്ട് പറഞ്ഞ സമയത്ത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മണി മാനേജ്മെൻറ്റ്. നമ്മൾ പ്രീവിയസ് വീഡിയോസിൻ്റെ അകത്ത് റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്
വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ റിസ്ക് മാനേജ്മെൻറ്റ് ബേസിക്കലി ഓക്കെ ഒരു ട്രേഡിലോട്ട് പോകുമ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് റിസ്ക് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഓക്കെ ഒരു ദിവസം എത്ര ട്രേഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് നമ്മുടെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യണം, ആ ഒരു കാര്യങ്ങൾ. ഓക്കെ ബേസിക്കലി മണി മാനേജ്മെൻ്റ് ആണ് റിസ്ക് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ അപ്പോൾ സ്ട്രാറ്റജീനെക്കാട്ടിലും ഒരു പടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞത്. ഓക്കെ സോ ബേസിക്കലി അത് മണി മാനേജ്മെൻ്റ് ആണ്, എങ്ങനെ പ്രോപ്പറായിട്ട് മണി മാനേജ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ മാനേജ് ചെയ്യണം. ഓക്കെ ആൻഡ് തേർഡ് തിങ് ആണ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ട്രേഡിങ് സൈക്കോളജി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയും. സോ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ഇവിടെ മീൻ ചെയ്യണത് അത് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാനൊന്നുമില്ല. സിംപ്ലി മീൻ ചെയ്യണത് നമ്മുടെ സ്ട്രാറ്റജിക്ക് എന്ത് കിടപ്പുണ്ട്, കുറച്ച് റൂൾസ് കിടപ്പുണ്ട്, റിസ്ക് മാനേജ്മെൻറ്റിന് കുറച്ച് റൂൾസ് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ റൂൾസും റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ റൂൾസും പ്രോപ്പറായിട്ട് പക്കയായിട്ട് ഫോളോ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്ത് പോകണം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഡിസിപ്ലിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓക്കെ ചില സമയത്ത് ആൾക്കാർക്ക് എന്ത് സംഭവിക്കും, സോ മാർക്കറ്റിൽ ഒരു ഒന്നോ രണ്ടോ ലോസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഓവർ ട്രേഡ് ചെയ്യും, റിവെഞ്ച് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസിപ്ലിൻ അവിടെ പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ മറന്നു പോവാണ്. ഓക്കെ നമ്മുടെ ആ ഒരു ഇമോഷൻസ് ടേക്ക് ഓവർ ചെയ്തപ്പോൾ നമുക്ക് അവിടെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ ചെയ്യണം. ഓക്കെ സോ ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജിയുടെ സ്റ്റെപ്സും റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ റൂൾസും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് നമ്മളാണ്, സ്ട്രാറ്റജിയുടെ റൂൾസ് ഉണ്ടാക്കുന്നത് നമ്മളാണ്, റിസ്ക് മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്തത് നമ്മളാണ്, അതിൻ്റെ റൂൾസ് സെറ്റ് ചെയ്തത് നമ്മളാണ്. ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് അവിടെ ഈസിയാണ്. ഓക്കെ ആ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് അവിടെ ഈസിയാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം എന്താ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്ട്രാറ്റജി ഉണ്ട്, ഓക്കെ നമ്മുടെ കയ്യിൽ റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടല്ല ട്രേഡ് ചെയ്യണം. ഓക്കെ നമ്മൾ തോന്നിയ സമയത്തൊക്കെ തോന്നിയ പോലെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാൻ പറ്റത്തില്ല. നമ്മൾ മാർക്കറ്റിൽ ഒരിക്കലും സക്സസ്ഫുൾ ആകത്തില്ല, ഒരു കംപ്ലീറ്റ് ഫെയിലർ ആയിരിക്കും. ഓക്കെ ജസ്റ്റ് നമ്മുടെ ഒരു സ്ട്രാറ്റജി റിസ്ക് മാനേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അത് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. സംഭവങ്ങളുണ്ട് പക്ഷെ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഡിസിപ്ലിൻ ഇല്ല, എന്തായിരിക്കും നമ്മളിവിടെ അട്ടർ ഫെയിലിയർ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്ട്രാറ്റജി ഉണ്ട്, നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ല എന്ന് വിചാരിച്ചോളൂ. സോ മീനിങ് നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ മണി മാനേജ് ചെയ്യണില്ല. ഓക്കെ ഓരോ ട്രേഡിലും നമ്മൾ തോന്നിയ പോലെയാണ് റിസ്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 20% റിസ്ക് ചെയ്യുന്നു, ചിലപ്പോൾ ഒരു 50% റിസ്ക് ചെയ്യുന്നു, ചിലപ്പോൾ ഒരു 10% റിസ്ക് ചെയ്യണം. സോ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും, മോസ്റ്റ്ലി നമ്മൾ ആ ഒരു അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്യും. അതാണ് റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ അവിടെ സംഭവിക്കാൻ പോണത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്ട്രാറ്റജി ഇല്ല, പക്ഷേ റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, പക്ഷേ എന്തില്ല അവിടെ, സ്ട്രാറ്റജി ഇല്ല. ഓക്കെ റിസ്ക് മണി മാനേജ് ചെയ്യുന്നുണ്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്ട്രാറ്റജി ഇല്ലെങ്കിൽ അവിടെ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. ഓക്കെ സോ എന്തിൻ്റെ ബേസിൽ എൻട്രി എടുക്കണം, എന്തിൻ്റെ ബേസിൽ എക്സിറ്റ് ചെയ്യണം, ആ ഒരു കാര്യം ഇല്ലെങ്കിൽ നമ്മൾ റാൻഡം ആയിട്ടായിരിക്കും എൻട്രീസ് എടുക്കണം. അവിടെ ജസ്റ്റ് റിസ്ക് മാനേജ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും പക്കായിട്ട് ഫോളോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് 3 ഓൺ പോയിന്റ് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവണത്. അല്ലെങ്കിൽ ഈ ട്രേഡിങ് സൈക്കോളജി അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈൻഡ് സെറ്റാണ്. ഓക്കെ സ്ട്രാറ്റജിയുടെ റൂൾസും റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ റൂൾസും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ട് പോകാന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഡിസിപ്ലിൻ എന്ന് വെച്ചിട്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ അത്ര ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാനൊന്നുമില്ല, പക്ഷെ അത് ബിൽഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് ഇന്നഫ് മാർക്കറ്റ് എക്സ്പീരിയൻസ് വേണം, ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് നമ്മൾ പക്കയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ ഇത് ബിൽഡ് ആവാൻ ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു 6 months to 1 year ഒക്കെ എന്തായാലും എടുക്കും. സബ്ജക്റ്റീവാണ്, ചില ആൾക്കാർക്ക് കുറച്ച് സമയം എടുക്കാം, ചില ആൾക്കാർക്ക് കുറച്ച് അധികം സമയം എടുക്കാം, ചില ആൾക്കാർക്ക് വർഷങ്ങൾ എടുക്കാം, ചില ആൾക്കാർക്ക് ചിലപ്പോൾ 3 മാസം കൊണ്ട് റെഡി ആവാം. സബ്ജക്റ്റീവാണ്. ഓക്കെ സോ ഇതൊക്കെ നമ്മുടെ കയ്യിലിരിപ്പ് പോലെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ട്രേഡിങ് സൈക്കോളജി ഡിസിപ്ലിൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കൊന്നുമല്ല, ജസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവാം. ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.